ഹായ് ഫ്രണ്ട്സ്, ഓണം തേങ്ങി എത്തിയല്ലേ. എല്ലാ വീട്ടിലും ഓണത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ ക്ലീനിങ് എന്ന് പറയുന്നത്. കുട്ടിക്കാലത്തൊക്കെ എനിക്ക് ക്ലീനിങ് എന്ന് പറയുന്ന പരിപാടിയെ ഇഷ്ടമല്ലായിരുന്നു, ഞാൻ ചെയ്യത്തുമില്ലായിരുന്നു കേട്ടോ. പിന്നീട് നമ്മൾ പഠിക്കുന്ന ടൈമിലും ജോലി സ്ഥലത്തൊക്കെ ഹോസ്റ്റലിൽ നിന്നിട്ടാണ് ഈ ക്ലീനിങ് എന്ന് പറയുന്ന ശീലം എനിക്ക് കിട്ടിയത്. വീടിൻ്റെ ഏത് ഭാഗം വൃത്തിയാക്കിയാലും ഈ ഷോക്കേസ് ക്ലീൻ ചെയ്യുന്ന പണിയാണ് ഏറ്റവും ക്ഷമ വേണ്ട പണി. ഓരോന്നും കൃത്യമായിട്ട് എടുക്കണം, അത് തുടയ്ക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും? അത് പെട്ടെന്ന് പൊടി പിടിച്ച് ചീത്തയായി പോകാനും ചാൻസ് ഉണ്ട്. ആക്ച്വലി ക്ലീനിങ് ഒരു തെറാപ്പി ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് അവസാനം വീട് വൃത്തിയായിട്ട് കിടക്കുന്ന കാണാൻ വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഫാനിലെ പൊടി തൂക്കുമ്പോൾ നിങ്ങൾ നനഞ്ഞ തുണി ഉപയോഗിച്ച് തുടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എന്നെപ്പോലെ ഈ മാസ്കും ഷാളും ഒന്നും വെച്ച് മുഖം മറയ്ക്കാതെ ഒരിക്കലും ഇതുപോലെ പൊടിയിലോട്ടൊന്നും ഇറങ്ങി തൂക്കുകയും തുടയ്ക്കുകയും ഒന്നും ചെയ്യരുത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടിൽ ഓണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ എവിടം വരെ എന്ന് കമൻറ്റ് സെക്ഷനിൽ പറയാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. അതുപോലെ എൻ്റെ കൂടുതൽ ഇതുപോലത്തെ ക്ലീനിങ് ഡെയിലി വ്ളോഗ്സിനായിട്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.